ആണ്. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നോടെ പറഞ്ഞല്ല. സീരിയസ്ലി ഞാൻ വെറുതെ പറയാ, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്ത് വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? ഹലോ സീരിയസ്ലി എന്ത് നോണയാണ് ഹലോ സീരിയസ്ലി എങ്ങനെ അതെങ്ങനെ ആവുക? ഈ അല്ലേ പറഞ്ഞ് ഈ ആണുങ്ങളെ ടോയ്ലറ്റിലാ പോവുക, ഒഴിഞ്ഞു പോയാല് ആണുങ്ങളുടെ ടോയ്ലറ്റിലാ പോവുക നീ പറഞ്ഞ്. എന്നിട്ട് പിന്നെ എങ്ങനെ പിന്നിക്കൂടെ? അതിന് വഴിയില്ലല്ലോ. നീയേ കണക്ക് മാനസിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം പോയിട്ട് നോക്കണത് ഈ ഗൈനോക്കോളജിസ്റ്റ്, അങ്ങനെ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ ആയിട്ട് കണക്ക് വല്ല ബന്ധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട എന്റെ പിന്നാലെ നടക്കുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചാൽ തന്നെ മതി. അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. എങ്ങനെയാ ഈ കുട്ടികൾ ഉണ്ടാവണമെന്ന് നോക്കണം. അത് പിന്നെ കൂടെ ഉണ്ടായ ഒരു ചരിത്രം ഇതുവരെയല്ല. അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളതൊന്ന് ചോദിക്കണം. ഞാന് ഈ ആണല്ലടാ അനക്ക് രണ്ടുണ്ടെങ്കിൽ ഒരു തോക്കൂല്ലേ? ഓരോരുത്തന്മാരെ കുപ്പിയിലേക്ക് പുറത്തു പോകാതെ മൂത്രമൊഴിക്കാൻ പറ്റും. അത് പെണ്ണുങ്ങൾക്ക് പറ്റില്ല. എന്നിട്ട് പിന്നെ എന്ത് സീരിയസ്ലി ഞാൻ ഗ്യാസ് കയറിയത് നല്ലൊരു വഴി വിട്ട അതാണ്ട് പോകും. ആ വയറുണ്ട് പോകും. അതാ പ്രശ്നം. നാറി എന്തിനാ നാട്ടുകാരെ മുജിക്കാൻ എന്റെ കുടുംബക്കാര് കടന്ന് കഷ്ടപ്പെട്ടുണ്ടാവില്ലേ? ഏതായാലും ആ ചെക്കനെ കൊണ്ടുപോയിട്ട് ഏകദേശം ആ ചെക്കനെ ഒരു തീരുമാനമാക്കി. ഞങ്ങളെ നാട്ടുകാരനൊരു കൊണ്ടുനടക്കും പറ്റിച്ചേർക്കണം. അതിന് മൂലക്കുര അതോ എന്താ സംഭവം? അതോ ഈ തിരിച്ച് എന്തെങ്കിലും ആക്കിയോ? എന്താ അവസ്ഥ? നാണല്ലടാ നാറി എനക്ക് ഇല്ലേ? ഈ ഒരാണല്ലേ? ഏതൊക്കെയോ കുറെ നാറികൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ ഫാൻസ് എന്ന്. അല്ലടാ നിങ്ങളെന്ത് പുതിയ മണി വല്ലവും കാണാൻ വേണ്ടിട്ടാ? ഇവന്റെ ഇതുപോലത്തെ കണ്ടിട്ടില്ലാത്തോണ്ടാ? എടാ നിങ്ങൾക്ക് തന്നെ കണ്ണാടി പോയിട്ട് മുണ്ട് പൊക്കി നോക്കിയാ പോരാ. അതന്നെ അവനിക്കുള്ളത്. അവ ആണ് മുഹമ്മദ് ജാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു പെണ്ണിന് മുഹമ്മദ് ജാസിൽ എന്ന് പേരിട്ടുണ്ടോ? അത് ഫാത്തിമത്ത് ജാസിൽ എന്നൊന്നും അല്ല പേര്, മുഹമ്മദ് ജാസിൽ എന്ന്. അവ ആണ് മീശയും വടിച്ച് താടിയും വടിച്ച് കയ്യുമ്പലത്തെ രോമവും കളഞ്ഞ് മേക്കപ്പ് ഇട്ട് കണ്ണും എഴുതി എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നടക്കുന്നതാണ്. അവന്റെ അണ്ടി മാറ്റിയിട്ടില്ല. ഇപ്പോഴും ആ അണ്ടി തന്നെ അണ്ടിയുള്ള വാർത്ത അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് അണ്ടി കണ്ടിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ പോയിക്കണ്? നാണമില്ലടാ നാറിയലങ്ങൾക്ക് ഇല്ലേ? ആണുങ്ങളെ വില കളയാൻ വേണ്ടിട്ട് കുറെ. നിങ്ങൾക്കേ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു ഇതുപോലത്തെ ഒരു വെളിച്ചെണ്ണ കുപ്പി വെളിച്ചോളി. അതാണ് നല്ലത്. ഈ നായിനെ നോക്കിയിട്ട് നടക്കണേക്കാൾ നല്ലത്. ആരും ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉണ്ടാവും കൂട്ട്. ഈ കുണ്ടനെ നോക്കിയിട്ട് നടക്കണേക്കാൾ നല്ലതാ. അതാ നാണമില്ലാത്ത നാറിയല്. എന്നിട്ട് അവ പ്രഗ്നന്റാ എങ്ങനെ കാറ്റടിച്ചതാ? പുള്ളിക്കാരനും ഒരു സെലിബ്രിറ്റി ആയിട്ട് അറിയപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങളെപ്പോലത്തെ ജനങ്ങൾ തന്നെയാണ് പുള്ളിക്കാരൻ സെലിബ്രിറ്റി ആക്കിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.